വെക്കേണ്ടത്. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമാണ് മുസ്ലിം സമുദായത്തോട് അല്ലെങ്കിൽ അവർ നേരിടുന്ന സംഘപരിവാറുകാരുടെ ഭാഗത്തുനിന്ന് നേരിടുന്ന പ്രശ്നങ്ങളിൽ ഞങ്ങൾക്ക് മാത്രമാണ് ഒരു സങ്കടമുള്ളൂ, അവരുടെ കൂടെ നിൽക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അതിവിടെ പൊളിച്ച് അടുക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. അങ്ങനെയല്ല, മുസ്ലിം വിഭാഗത്തിന് ഒരു പ്രശ്നം സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ വിഷമിക്കേണ്ടത് ഇവിടെയുള്ള ഓരോ മതേതര വിശ്വാസിയുടെയും ബാധ്യതയാണ്, ഇവിടെയുള്ള ഓരോ മനുഷ്യൻ്റെയും ബാധ്യതയാണ്. അതിൽ കമ്മ്യൂണിസ്റ്റുകാരന് ഒരു മേൽക്കൈയും അവിടെ അവകാശപ്പെടാനില്ല. അതേപോലെ തന്നെ തിരിച്ച് ഹിന്ദു മതത്തിൻ്റെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിൻ്റെയോ ഇനി മതമില്ലാത്തവൻ്റെയോ പ്രശ്നത്തിൽ എന്തെങ്കിലും തരത്തിലൊരു പ്രശ്നം നേരിട്ടാൽ അതിൽ വിഷമം തോന്നാനുള്ള അവകാശമല്ല, അതിനുള്ള ബാധ്യത അതും മറ്റു മനുഷ്യർക്കുണ്ട് ഇവിടെ. അതൊന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തീരെഴുതി കൊടുത്തിട്ടുള്ള സംഗതികളല്ല. പക്ഷെ നമ്മളിവിടെ കാണുന്നത് ഇതുപോലെയുള്ള ചില പാവപ്പെട്ടവരുടെ പ്രശ്നം വന്നാൽ അതിൽ ഞങ്ങൾക്ക് മാത്രമാണ് അതിനകത്ത് നോവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതി കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഗത്ത് നിന്ന് കാണുന്നു. ഇതിനെയാണ് നമ്മൾ വിമർശിക്കേണ്ടത്. ആ ഒരു മോറൽ ഹൈ വെച്ചുകൊണ്ട് ആളുകളെ തരംതിരിക്കുന്ന പരിപാടി, ഇതിനെ നമ്മൾ തുറന്നെതിർക്കണം, ഇതിനെ നമ്മൾ എക്സ്പോസ് ചെയ്യണം, ഇതിനെ നമ്മൾ അവസാനിപ്പിക്കേണ്ട ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാലങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിഷയം ഇത് തുറന്നു കാണിക്കാനുള്ള അവസരം നമുക്ക് കിട്ടാതെ പോകുന്നു, അല്ലെങ്കിൽ ലൈവായിട്ടുള്ള എക്സാമ്പിൾസ് കിട്ടാത്തതുകൊണ്ട് നമുക്കിത് എക്സാമ്പിൾ വെച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റാതെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഇതുപോലെയുള്ള ചില ആളുകളൊക്കെ നമ്മളെ മുന്നിൽ വന്ന് ചാടുന്നത്. ഈ ജോൺ ബ്രിട്ടാസിനെ പോലെയൊക്കെയുള്ള ആളുകളോട് നമുക്ക് നന്ദി പറയേണ്ടി വരുന്നത് അവിടെയാണ്. എന്താണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്? ഇതുപോലെ ഈ ജോൺ ബ്രിട്ടാസ് വന്ന് പറയുന്ന കാര്യം, ഇവിടെ നമ്മൾ കണ്ട ആ വിഷയം എന്ന് പറയുന്നത്, നിങ്ങൾ മുജാഹിദ് എന്ന് പറയുന്ന ഇസ്ലാമിലെ തീവ്ര ഇസ്ലാമിസ്റ്റ് ഒരു കൂട്ടരും RSSന്റെ അല്ലെങ്കിൽ ഹിന്ദുത്വ അജണ്ട കൊണ്ട് നടക്കുന്ന ആളുകളും ഒരേ വേദിയിൽ വന്ന് അവർ പരസ്പരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു സമവായത്തിലെത്തിയാൽ അതിൻ്റെ ഗുണം അവർക്ക് മാത്രമല്ല, ഇവിടെയുള്ള ഓരോ ജനവിഭാഗത്തിനുണ്ട്. നമ്മളും പറയുന്നത് അതുപോലെയുള്ള സംവാദങ്ങളും അതുപോലെയുള്ള ഡയലോഗ്സ്, രണ്ട് വശത്തു നിന്നുള്ള ഡയലോഗ്സ് പ്രോത്സാഹിപ്പിക്കപ്പെടണം എന്നാണ് നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനു പകരം അവിടെ 51 വെട്ടാണ് വേണ്ടത് എന്ന് പറയുന്ന തരത്തിൽ ജോൺ ബ്രിട്ടാസ് വന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക? ഇതിനെങ്ങനെയാണ് നമുക്ക് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുക? ഇതിനെ നമ്മൾ തുറന്ന് എതിർക്കേണ്ട സമയമാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാർ, ഈ ആട്ടിൻ തോലണിഞ്ഞ് നടക്കുന്ന ഈ ചെന്നായ്ക്കൾ, അവരെ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇവരെ സമൂഹത്തിൽ നമ്മൾ അകറ്റി നിർത്തേണ്ട ഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കൂടുതൽ വെളിച്ചത്ത് കൊണ്ടുവരുന്ന അവസരമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഈ വീഡിയോയും പൂട്ടി പോകാനുള്ള സാധ്യതയാണുള്ളത്. ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ കണ്ട പോലെ ഈ ഇരട്ടത്താപ്പിനെ നമ്മൾ തുറന്നു കാണിച്ചപ്പോൾ എങ്ങനെയാണ് അത് പോയത് എന്ന് നമുക്കറിയാം. അന്ന് ഈ പറയുന്ന BJP എന്ന് പറയുന്ന പാർട്ടിയിൽ കുറേ ഇസ്ലാമിസ്റ്റുകൾ നുഴഞ്ഞു കയറിയിട്ട് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു വശമായിക്കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അത് BJPയിൽ മാത്രമല്ല, ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഈ പറയുന്ന സുഡാപ്പികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. പണ്ട് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞൊരു വാർത്ത വെച്ചുകൊണ്ട് ഒരു പ്രസന്റേഷൻ ചെയ്തത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ കാണുന്നത് 51 വെട്ടാണ്. എൻ്റെ വീഡിയോ അപ്രത്യക്ഷമാകുന്നതാണ് ഞാൻ പിന്നെ കാണുന്നത്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതുപോലെ സംവാദാത്മകതയോ അതല്ലെങ്കിൽ ജനാധിപത്യ ബോധമോ ഇതൊന്നും ലെവലേശം തീണ്ടാത്ത ഈ ഫാഷിസ്റ്റ് കൂട്ടരെ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇവർ അണിഞ്ഞിരിക്കുന്ന ഈ പുരോഗമനത്തിൻ്റെ ആ പറയുന്ന ഒരു മുഖംമൂടി എന്ന് പറയുന്നത്, ആ ആട്ടിൻതോൽ എന്ന് പറയുന്നത്, അത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഇടയിലൂടെ അവർ കടത്താൻ ശ്രമിക്കുന്നത് ഫാഷിസമാണ്. അവർ കടത്താൻ ശ്രമിക്കുന്നത് പവർ പൊളിറ്റിക്സ് മാത്രമാണ്, ജനങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള സംഗതികൾ മാത്രമാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞു എന്തൊക്കെയാണ് നമ്മളുടെ നാട്ടിൽ ഈ രണ്ടാമത്തെ ഭരണത്തിൻ്റെ കാലഘട്ടത്തിൽ ചെയ്തു കൂട്ടിയിരിക്കുന്ന കാര്യങ്ങൾ. ഒന്നാം ഭരണത്തിൻ്റെ സമയത്ത് പറഞ്ഞു വെച്ചു സ്വജന പക്ഷപാതം കാണില്ല, എല്ലാം കൃത്യമായിട്ട് നടപ്പിലാക്കും എന്നൊക്കെ പറഞ്ഞ് പിണറായി വിജയൻ വന്ന് വലിയ ഘോരഘോരം പ്രസംഗിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടത് ഇതേ ആളുകൾ തന്നെ ഇതെല്ലാം പിൻവാതിലൂടെ നടത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഈ പാർട്ടിയും ഒരു തരത്തിലും വ്യത്യസ്തമല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇവരെ ഇനിയും ഈ ഭരണത്തിൽ തുടരാൻ അനുവദിച്ചാൽ അത് നമ്മളുടെ നാശത്തിനാണ് വഴിവെക്കുക എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. കാരണം ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാകുന്നു എന്നുള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതോടൊപ്പം ഇവിടെ വളരുന്നത് ഈ ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങൾ തന്നെയാണ് ഇവിടെ വളരുക എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞു വരുന്നത്. കാരണം ഇവർ RSSും ഇസ്ലാമും എന്ന് പറയുന്ന ഒരു ദ്വന്ദ്വം സൃഷ്ടിക്കുന്നു. അതോടൊപ്പം തന്നെ ഹിന്ദുവും മുസ്ലിമും എന്ന് പറയുന്ന ആ ദ്വന്ദ്വവും ഇവിടെ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് പതിയെ കാര്യങ്ങൾ ആ ഒരു രണ്ട് കോണിലേക്ക് മാത്രം കൊണ്ടെത്തിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ നമ്മൾ അഭിമുഖീകരിക്കുന്ന മറ്റ് ഭൗതികമായ പ്രശ്നങ്ങൾ, നമ്മളുടെ പട്ടിണിയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ഇവരുടെ വിഷയമല്ല. അതിലെല്ലാം മതം പറയുന്നതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ലെവലിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഇവിടെ ബീഹാറിൽ CPMൻ്റെ പരസ്യമാണ് ഈ കാണുന്നത് ഇലക്ഷൻ ടൈമിലുള്ള. അതായത് പശുക്കൾക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കുന്ന, പശുവിനെ മുന്നിൽ വെച്ചുകൊണ്ട് വോട്ട് ചോദിക്കുന്ന ഒരു CPMനെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ
അത് CPM അല്ല എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ഇത് തന്നെയാണ് ഹിന്ദുത്വ എന്ന് പറയുന്നതാണ് ശരി. അപ്പോൾ തരം നോക്കി അവരുടെ അവസരം വോട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഏത് തരം നാറിയ കളിയും കളിക്കാൻ ഒരു മടിയും കാണിക്കാത്ത കൂട്ടരായിട്ട് CPM അധപ്പതിച്ചിരിക്കുന്നു. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇത് തന്നെയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാഠ്യപദ്ധതി പരിഷ്കരണത്തിൽ ഏറ്റവും അവസാനം ജനുവരി 1 വന്ന വാർത്തയാണ്. ആശങ്ക വേണ്ടെന്ന് MV ഗോവിന്ദൻ പറയുന്നു. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ പറയുന്ന മതം LDF വരും, എല്ലാം ശരിയത്താക്കുമെന്നാണ് പറയുന്നത്. അതായത് പുരോഗമനപരമായ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നു, അതിൽ ഇടപെടുന്നു ആര്? ഒരു മതത്തിൻ്റെ പക്ഷത്തു നിന്നുള്ള ആളുകൾ. ഉടനെ ആ പുരോഗമനം നമുക്കിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് മാറ്റുന്നു. ഇത് നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒന്നും രണ്ടുമല്ല. ഇത് കണ്ടിട്ട് ഇവിടുത്തെ മറ്റ് ഭൂരിപക്ഷ മതവിഭാഗങ്ങൾ ഇതിനോട് പ്രതികരിച്ച് അവർ സംഘം ചേർന്ന് ഇതിനെതിരെ ഒരു ലഹള ഇവിടെ ഉണ്ടാക്കി വെച്ചാൽ ഇത് ആരാണ് ഏറ്റെടുക്കുക? ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ആരാണ് ഇവിടെ നേരിടാൻ പോകുന്നത്? ഇത് ഇവിടുത്തെ മൊത്തം ജനതയാണ് ബാധിക്കാൻ പോകുന്നത്. ഇതെപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക? ഇത് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ടതും അതല്ലെങ്കിൽ കൈകാര്യം ചെയ്യേണ്ടതുമായിട്ടുള്ളൊരു വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മളുടെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM എന്ന് പറയുന്ന പാർട്ടി അത്ര ചെറിയ സംഗതിയല്ല. അവർ നമ്മളുടെ ജീവിതം തന്നെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളത് പച്ചയ്ക്ക് പറയേണ്ടി വരികയാണ്. ഞാൻ പറയുന്നത് ഇവിടുത്തെ മുജാഹിദ് സമ്മേളനത്തിൽ അവർ ആ സമ്മേളനം സംഘടിപ്പിച്ചതും അതിലേക്ക് ഈ പറയുന്ന ആളുകളെ ക്ഷണിച്ചതും മുജാഹിദ് എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ പക്കത്ത് നിൽക്കുന്ന ആളുകൾ ഒരു തരത്തിലും ഈ പറയുന്ന സംവാദമോ ഇതൊന്നും വലിയ തോതിൽ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ ഉൾക്കൊള്ളാത്തൊരു മതത്തിൻ്റെ ആളുകളായിട്ട് പോലും ഇങ്ങനെ ഒരു ശ്രമത്തിന് അവർ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതും ഒരു വലിയ സന്ദേശം തന്നെയാണ്. ആ മാറ്റവും നമ്മൾ ഉൾക്കൊള്ളണം. RSSന് ഉണ്ടാകുന്ന മാറ്റം മാത്രമല്ല നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, എല്ലാ പക്ഷത്തു നിന്നുള്ള മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അതിന് പോലും സാധിക്കാതെ അവിടെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ അവരെ വിളിച്ചുകൊണ്ട് വരരുത് എന്ന് പറയുന്ന തരത്തിലേക്ക്, ഞങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്ന തരത്തിലേക്ക് CPM ഇവിടെ മാറുന്നു. അവിടെ വന്നിട്ട് ഇതുപോലെ പ്രസംഗിക്കേണ്ടി വരുന്നു. ഇത് നമ്മൾ ഒന്ന് തിരിച്ചറിയണം. ഇത് അറിഞ്ഞാൽ മാത്രമാണ് നമ്മളുടെ ഈ ഒരു സമൂഹത്തിൽ, ഈ ഒരു രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇത്തരം ദോഷങ്ങൾ സൃഷ്ടിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് നമുക്ക് തിരിച്ചറിഞ്ഞ് ഇതിൽ നിന്നും നമുക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയുള്ളൂ. ഇത് ഒരു 51 വെട്ട് ശരീരത്തിൽ ഏൽക്കുന്നത് മാത്രമല്ല, നമ്മളുടെ ഒരു ജനത എന്നുള്ള രീതിയിൽ നമ്മളുടെ ഒരു എക്സിസ്റ്റൻസിന് ഏൽക്കുന്ന ഒരു 51 വെട്ടായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത്. ഇതാണ് എനിക്കൊരു വിഷയത്തിൽ പറയാനുള്ളത്. ഏതായാലും ജോൺ ബ്രിട്ടാസിനെ പോലെയൊക്കെയുള്ള ആളുകൾ തനി രാഷ്ട്രീയക്കാരനായിട്ട് അധപ്പതിച്ചു, തനി സഖാവായിട്ട് അധപ്പതിച്ചു എന്ന് പറയുന്നതിൽ വലിയ വിഷമമുണ്ട്. കാരണം ഒരു കാലത്ത് നമ്മളും ഈ പറയുന്ന SFIയിലൂടെയൊക്കെ പ്രവർത്തിച്ച് ഇതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങളൊക്കെ ഉൾക്കൊണ്ട് കുറേ കാലം നടന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, ബ്രിട്ടാസിനെയൊക്കെ വലിയ രീതിയിൽ ഫോളോ ചെയ്തിരുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഇന്ന് ഇങ്ങനെ പറയേണ്ടി വരുമ്പോൾ ഒരു വിഷമം അത് വേറെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്നാണ് കരുതിയത്. ഏതായാലും ഇത് നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്.